കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുവാൻ തുടങ്ങുന്നത്. 12-ാം അധ്യായം വായിച്ചു കേട്ട വാക്യം പ്രകാരമാണ്. ആമേൻ, സ്തോത്രം. ആരാധനയ്ക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാത്രി ഉപവാസ പ്രാർത്ഥനയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലിരിക്കണം. കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി സംസാരിക്കാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന് ഇന്ന് രാത്രി നമ്മളോട് പറഞ്ഞാട്ട് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഞാൻ പ്രോസ്പെരിറ്റിയുടെ തിയോളജി ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ക്രമീകരണത്തിന് വേണ്ടി ദൈവം ഈ രാജ്യത്ത് തന്നെ അയച്ചിരിക്കുക. അതാ എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരണം. എവിടേക്കോ നമ്മുടെ ദർശനം മങ്ങിയിരിക്കുന്നു. എവിടേക്കോ നമ്മൾ ഉഴപ്പരായി, തനി മലയാള ഭാഷയിൽ പറഞ്ഞാൽ എവിടേക്കോ നമ്മൾ ഉഴപ്പരായി തീർന്നിരിക്കുന്നു. എവിടേക്കോ നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഇതെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ട് 2011 ഇന്ന് രാത്രി ഞാൻ പ്രവചനവാക്കിൽ പറയുന്നു, 2011 ക്രമീകരണത്തിന്റെ വർഷമല്ല, 2011 ദൈവിക പ്രവൃത്തിയുടെ വർഷമാണ്. ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവസഭ ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഇന്ന് രാത്രി ഈ സഭയോട് ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയട്ടെ, ഈ സഭയ്ക്ക് ഒരു വലിയ ദൈവിക പ്രവൃത്തിയെ ദൈവം അയക്കുന്നതായി കർത്താവിനെ കാണിച്ചു. കൂട്ടത്തോടെ ജനം ഈ ആമേൻ ആരാധന ആമേൻ നടക്കുന്ന ഹോളിലേക്ക് കടന്നു വരുന്നു. ആമേൻ ആരാധനയുടെ സ്ഥലത്തിന്റെ ചില ക്രമീകരണങ്ങളെ ദൈവം എന്നെ കാണിച്ചു തന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ജനത്തെ ആരാധനയിലേക്ക് ഇന്ന് രാത്രിയിൽ നീ അടുപ്പിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വചനം ഞാൻ എടുക്കുവാനിടയായി. ആരാധനയിൽ വിടുതലുണ്ട്. വിടുതലിനു വേണ്ടി ആരാധിക്കരുത്. ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ആരാധനയിൽ വിടുതലുണ്ട്. വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആരാധിക്കരുത്. അന്നേരം ഇന്റൻഷൻ മാറിപ്പോയി. പ്രൈസ് ഗോഡ്. ആരാധിക്കുന്നത് ദൈവത്തെയാണ്. രാജാതിരാജാവായ ദൈവം, കർത്താതികർത്താവായ ദൈവം, സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, സകലത്തിന്റെ നിർമ്മിതാവായ ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായ ദൈവം, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം, ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകൾക്കോ ഒത്തവണ്ണം ഇന്ന് രാത്രിയിൽ അവനെ ആരാധിക്കുമ്പോൾ വിടുതൽ ദൈവം തന്നെ അയക്കും. മനസ്സിലാകുന്നത്? ഇന്ന് രാത്രി ശക്തിയോടെ ആരാധിക്കണം. ഇന്ന് രാത്രി പ്രായമുള്ളവരെ ഓർത്ത് ഞാൻ കരുതാൻ സ്തോത്രം പറയുക. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ശക്തിയോടെ ആരാധിക്കണം. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുവാൻ വലിയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. 12-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രമാത്രം പറയും എന്റെ സമയത്തിനുള്ളിൽ പറയാൻ അറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അവൻ 2 വാക്യങ്ങളും അവൻ സ്തോത്രം ചുരുക്കം ചില കാര്യങ്ങളും വേഗം പറയാൻ വേണ്ടി. 12-ാം അധ്യായത്തിൽ തുടങ്ങുന്ന പദം ഇപ്രകാരമാണ്: സഹോദരന്മാരെ. ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. റോമിലുള്ള ജനത്തെ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല. അവരെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമാണ്. അവരുടെ ഉള്ളിൽ ഭയങ്കര വാഞ്ചിയ. ദൈവത്തിന്റെ മക്കളെ ഒന്നുകൂടെ പറഞ്ഞു തന്ന്. ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഒരാളല്ല സൃഷ്ടിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. റോമിലുള്ള ദൈവത്തിന്റെ മക്കളെ കണ്ടില്ലെങ്കിലും അവരെ പറ്റി ഒരു ഭയങ്കര ആത്മഭാരം ഉണ്ടായി. രാത്രി ആത്മഭാരമുള്ളവർക്കായി കണ്ടവരെ പറ്റി മാത്രമുള്ളതല്ല, കാണാത്തവരെ പറ്റി ഒരു ആത്മഭാരം ഉണ്ടാകണം. റോമിലുള്ളവരെ ഇതുവരെ താൻ കണ്ടിട്ടില്ല എങ്കിലും താൻ സംബോധന ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും ഒരു രക്തത്തിന്റെ അംശികളും വരുവാനുള്ള ഒരു ഭൂമിയുടെ മക്കളും. അവൻ ഞാൻ നിങ്ങളെ കാണുവാനുള്ള വാഞ്ച നിമിത്തം ഇന്ന് രാത്രി ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. അടുത്ത വാരം, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. മലയാളത്തിൽ മനസ്സലിവ് എന്നുള്ള പദമാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ മേഴ്സി എന്നാ കാണുന്നത്. ഗോഡ്സ് മേഴ്സി എന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ ഒറിജിനൽ തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് കമ്പാഷൻ എന്ന്.
ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞു വന്നത് ആ വാക്യത്തിന്റെ ആഴം മനസ്സിലാകാൻ വേണ്ടിയാണ്. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവിൽ, ഞാൻ ദൈവത്തിന്റെ കൃപയിൽ, ഒന്നുകൂടെ, ഞാൻ ദൈവത്തിന്റെ കമ്പാഷനിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. Praise the Lord. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഇവിടെയുള്ള ദൈവസഭയോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പലപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നവരാ, പക്ഷെ ദൈവത്തിന്റെ മനസ്സിനെ ഇവിടെ കൊണ്ടുവരാറുണ്ടോ? നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത് ആരെയാ? യേശുവിന്റെ നാമത്തില, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ മനസ്സിനെ നമ്മുടെ മധ്യത്തിലേക്ക് ഇറക്കുവാൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി കഴിഞ്ഞു? നമ്മൾ പലപ്പോഴും കാര്യം സാധിക്കുന്നവരാ. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തോട് പറയാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ മനസ്സിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിന്റെ മനസ്സെന്തുവാന്നറിയാമോ? ദൈവത്തിന്റെ മനസ്സാണ് യേശു ക്രിസ്തുവിലൂടെ താൻ നമ്മുടെ ഇടയിൽ വെളിച്ചമാക്കി തന്നത്. യേശുവിന്റെ മനസ്സ്, യേശുവിന്റെ സ്വഭാവം ഇന്ന് രാത്രി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളിൽ കാണിക്കുന്ന ഒന്നും ആരാധനയല്ല. ഈ കാലത്തിൽ എന്നോട് യോജിക്കുന്നവർ ഭയങ്കര കുറവാ. കാരണം ഞാൻ വചനം സ്തോത്രം സംസാരിക്കുന്ന ആളാ. Praise God. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നമ്മുടെ ഇടയിൽ പറയുന്ന അന്യഭാഷകൾ പലതും ദൈവത്തിൽ നിന്നുള്ളതല്ല. വ്യാജം പറയുന്ന പലരും ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ പോകുന്നിടത്തെല്ലാം വിളിച്ചു പറയുന്ന ഒരു വിഷയമുണ്ട്. ഈ പറയുന്നതിനെല്ലാം കണക്ക് കൊടുക്കുന്ന ഒരു ദിവസം എടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ മനസ്സ് കാണാത്ത വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മനസ്സ് കാണാത്ത വ്യക്തിക്ക് ദൈവത്തിന്റെ സ്വഭാവം വരത്തില്ല. ദൈവത്തിന്റെ സ്വഭാവം വരത്തില്ലെങ്കിൽ ദൈവത്തിന്റെ നാമം നിന്റെ വായിലെടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമം നിന്റെ വായിലെടുക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവരുവാനിടയാണ്. രാത്രി നമ്മുടെ കളിപ്പീരിന്റെ പ്രസ്ഥാനങ്ങൾ മാറട്ടെ. നമ്മൾ ദൈവത്തെ പറ്റിക്കുന്ന പരിപാടികൾ മാറട്ടെ. ഇന്ന് രാത്രി പാസ്റ്ററിനെ പറ്റിക്കുന്ന പരിപാടി മാറട്ടെ. ഇന്ന് രാത്രി ജീവൻ തന്ന ദൈവത്തെ കന്യാത്തോട് പറയണം, എന്റെ ശരീരത്തിലിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ മനസ്സ് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരും. സഭയിൽ ദൈവത്തിന്റെ മനസ്സ് വരണം. സഭയിൽ ദൈവത്തിന്റെ മനസ്സ് വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവത്തിന്റെ മനസ്സ് വരണം. ഇവിടെ വന്നിരുന്ന് കത്തിക്കുന്നതല്ല ആരാധന. നിന്റെ വീട്ടിൽ വെച്ച് നീ ചൊലിച്ചിട്ട് വേണം ഇവിടെ വരാൻ. ആരും പറയല്ലേ, പറഞ്ഞ പിന്നെ പ്രശ്നവും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പേ എത്ര പേര് വീട്ടിൽ നിന്ന് ആരാധിച്ചിട്ടാ വന്നേ? ഓക്കെ, നിങ്ങൾ ജോലി കഴിഞ്ഞു വന്നു. ഓക്കെ, 5 മിനിറ്റ് എത്ര പേര് പ്രാർത്ഥിച്ചു? മണിക്കൂറെല്ലാം പോട്ടെ, 5 മിനിറ്റ് ദൈവത്തിന്റെ മനസ്സെന്നിൽ തരണേ. എനിക്ക് ദൈവത്തെ കണ്ട് ആരാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര പേര് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്? അങ്ങനെ വന്നായിരുന്നെങ്കിൽ 17-ാം ദിവസം ഇങ്ങനെ ഇരിക്കത്തില്ല.